പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് അല്പസമയം ദൈവവചനവുമായി പാദപീഠത്തിങ്കിൽ വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് നമ്മുടെ ലേഡീസ് മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് വചനത്തിലൂടെ ഒരു സഭയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എങ്ങനെ പണിയാമെന്ന് സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. അതിനായി നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം എടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിൽ കൂടി ഹല്ലേലൂയ വചനത്തിലെ സ്ത്രീകളെ കുറിച്ച് അല്പസമയം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമടിയനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ, സ്തോത്രം. സ്ത്രീകൾക്ക് ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണമെന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും വചനത്തിലൂടെ പലതും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടപ്പാ. അത് കർത്താവെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ. എസ്തേറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് എസ്തേർ. പേർഷ്യൻ രാജ്യത്തിൽ വസിച്ചിരുന്ന യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുവാൻ പദ്ധതിയിട്ട ഹാമാന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി തൻ്റെ സമൂഹത്തെ രക്ഷിച്ച വനിതയായിട്ടാണ് എസ്തേറിനെ നമുക്ക് ബൈബിളിലൂടെ കാണിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഹാമാറിൻ്റെ തന്ത്രങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ പദ്ധതിയിട്ട സമയത്ത് ഹല്ലേലൂയ അവിടെ കാവൽ നിന്നിരുന്ന മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ് എസ്തേർ. ഹല്ലേലൂയ. അന്നത്തെ കൂട്ടക്കൊലയിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട സമയത്ത് വാത്സല്യ എസ്തേറിനെ പ്രിയ മൊർദെഖായി കൊണ്ടുവന്ന് ഹല്ലേലൂയ കൂടെ താമസിപ്പിച്ചു. ഈ സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, അഹേശ്വരസ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന വാസ്തി രാജ്ഞി അനുസരണക്കേട് കാണിച്ചു രാജസ്ഥാനത്ത് നിന്ന് അവളെ മാറ്റിയപ്പോൾ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ എസ്തേർ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം എസ്തേറിനെ രാജധാനിയിൽ കടന്നു വന്നു. അവൾ തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആ സന്ദർഭത്തിലാണ് ഹല്ലേലൂയ, സ്തോത്രം, മൊർദെഖായിക്ക് അറിവ് കിട്ടുന്നത് യഹൂദ വംശത്തെ മൊത്തം നശിപ്പിക്കാനായിട്ട് ഹാമാർ പദ്ധതിയിടുന്നുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാൻ ഇപ്പോഴുള്ളത് ഹല്ലേലൂയ എസ്തേർ രാജ്ഞിയാണ്. അവർ സംസാരിക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണും. എസ്തേറിൻ്റെ ആ സമൂഹത്തെ രക്ഷിപ്പാനുള്ള ഉത്തരവാദിത്തം എസ്തേറിനാണെന്ന് മൊർദെഖായിലൂടെ എസ്തേറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മൊർദെഖായി എസ്തേറിനോട് പറയുന്നു, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും വരും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇത് മൊർദെഖായി എസ്തേറിനോട് പറയുന്നതാണെങ്കിൽ തന്നെയും നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, കടമയും നമുക്കുണ്ട്. നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നു, ഏത് സ്ഥാനത്തായിരിക്കുന്നു ജീവിക്കുന്നത്, അവിടെ നമ്മുടെ ജീവനുള്ള ദൈവത്തെ ഉയർത്തി കാണിക്കുവാനും നമ്മുടെ ദേശത്തെ രക്ഷയിലേക്ക് നയിക്കുവാനും ഹല്ലേലൂയ, സ്തോത്രം, ഈ കാലഘട്ടം വളരെ കഷ്ടതയോടുകൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അധികാരികളുടെ അടുത്ത് സംസാരിക്കുവാനും തക്കവണ്ണം നമ്മളെ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുക്കണേയെന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളത് ചെയ്താതിരുന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് പകരം മറ്റൊരാളിനെ അവിടെ നിയമിച്ച് ആ ദൗത്യം ദൈവം പൂർത്തീകരിക്കും. വാസ്തിരാജ്ഞി അനുസരണക്കേട് കാണിച്ചു. അവർക്ക് കിട്ടാനുള്ള ആ സ്ഥാനങ്ങളെയൊക്കെ അനുസരണക്കേടിൻ്റെ പുറത്ത് അവർ നഷ്ടമായപ്പോഴാണ് എസ്തേറിനെ അവിടെ ഒരു സ്ഥാനത്താക്കിയത്. എന്തിന്? അവിടെ ദേശത്തെയും അവിടെ രാജ്യത്തെയും അവിടെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവമോളെ അവിടെ കൊണ്ടെന്നാക്കി. അതേപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മളായിരിക്കുന്ന ഹല്ലേലൂയ ദേശത്താക്കിയിരിക്കുന്ന എസ്തേറിന് കിട്ടിയ ഈ അവസരത്തെ വിനിയോഗിച്ച് അവരുടെ സമൂഹത്തെ രക്ഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും രക്ഷയിലേക്ക് കടന്നു വരാത്ത നമ്മുടെ ബന്ധുമിത്രാദികളെയും നമുക്ക് രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പ്രൈസ് ലോർഡ് ദൈവമക്കളെ, വീണ്ടും നമുക്ക് വചനത്തിലൂടെ കാണാം. ഒരു കുടുംബത്തിന് വേണ്ടി നിന്ന വനിതയാണ് രൂത്ത്. ഹാലേലുയ സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം, രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹാലേലുയ സ്തോത്രം. അവള് ഹാലേലുയ സ്തോത്രം കർത്താവെ ബethlehem-ൽ നിന്നും ഹാലേലുയ സ്തോത്രം കടന്നു വന്നതാണ്. ഹാലേലുയ സ്തോത്രം കർത്താവെ. മോവാബ് ദേശത്തേക്ക് കടന്നു വന്ന മോവാബിയ സ്ത്രീയോടുകൂടി കടന്നു വന്നതാണ്. അവരുടെ ഭർത്താവും മരിച്ചു, അമ്മായിയപ്പനും മരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്നറിയാതെ കടന്നു വന്ന സമയത്ത് ഹാലേലുയ സ്തോത്രം, തൻ്റെ അമ്മായിയമ്മ മരുമക്കളെ രണ്ടുപേരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് പറയുന്ന ഒരു കഥയുണ്ട്. ഹാലേലുയ സ്തോത്രം. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാൽ ഇനി നിങ്ങൾക്കൊരു ജീവിതം കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക എന്ന് മരുമക്കളെ രണ്ടുപേരെയും വിളിച്ചു നിർത്തി പറയുമ്പോൾ ഹാലേലുയ മരുമകളിൽ മൂത്ത മകളായിരുന്ന ഓർപ്പ എന്തോ ചെയ്തു, അമ്മായിയമ്മയെ ചുംബിച്ചിട്ട് അവൾ അവിടെ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് കടന്നുപോയി. എന്നാൽ നമ്മൾ രൂത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹാലേലുയ സ്തോത്രം, അവളായിരിക്കുന്ന ഭവനത്തെ, അവൾ ചെന്ന ഭവനത്തെ രക്ഷിക്കാനായിട്ട് ഹാലേലുയ സ്തോത്രം അമ്മായിയമ്മയുടെ വാക്ക് കേട്ട് രൂത്ത് ആയിരുന്നതുപോലെ ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന ഓരോ ഭവനത്തിലും നിഷ്കളങ്കമായി ഭക്തിയോടെ നിർവാജ്യ സ്നേഹത്തോടുകൂടി ഹല്ലേലൂയ ഭവനത്തിന് വേണ്ടി നിന്നതുപോലെ ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന ആ ഭവനത്തിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ പ്രവർത്തിക്കാം. ഭർത്താവ് നഷ്ടപ്പെട്ടു, സകല അധികാരങ്ങളും പോയപ്പോഴും തൻ്റെ ജീവിതത്തെ ഭർത്താവിൻ്റെ ഭവനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളാണ് രൂത്ത്. ഹല്ലേലൂയ. നവോമി മരുമക്കളോട് പറയുന്നു, സ്വന്തം ഭവനത്തിലേക്ക് പോയിക്കൊള്ളുവിൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ രൂത്ത് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ രൂത്ത് തൻ്റെ ഭവനത്തിന് വേണ്ടി ഹല്ലേലൂയ നിന്നതുപോലെ ദൈവമക്കളെ, നമ്മൾ എല്ലാവരും കുടുംബസ്ഥരാണ്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും കുടുംബമുണ്ട്. നമ്മളായിരിക്കുന്ന കുടുംബത്തെ പരിപാലിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. രൂത്ത് നിന്നതുപോലെ നമ്മുടെ കുടുംബത്തെ നോക്കുവാനും. അതുകൊണ്ട് രൂത്തിന് ലഭിച്ചത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. അവൾക്ക് ഹല്ലേലൂയ എല്ലാ സുഖവും വിട്ട് താൻ ചെന്ന ഭവനത്തിന് സന്തോഷത്തിനായി നിന്നതുകൊണ്ട് യഹൂദ സ്ത്രീകൾക്ക് പോലും കിട്ടാത്ത ഭാഗ്യം രൂത്തിന് ലഭിച്ചു. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രൂത്തിൻ്റെ പേര് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് രൂത്തിന് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ചേർക്കപ്പെടുവാൻ അവൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മളെയും സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായി നല്ല ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, ബൈബിളിൽ പറയുന്നു ഏക വ്യക്തി സാറയാണ്. ഹല്ലേലൂയ സ്തോത്രം. സാറയുടെ ജീവിതത്തിൽ ഒന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സാറ തൻ്റെ ഭർത്താവിനെ ബഹുമാനത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചാണ് വരുന്നത്. അവിടെ ഭർത്താവിനോടുള്ള ഒരു ബഹുമാനം. ഹല്ലേലൂയ സ്തോത്രം. അത് സാറ അവിടെ കാണിച്ചു. എഫേസ്യർ 5:22 5:22 23 വായിക്കുമ്പോൾ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറയുമ്പോൾ നാം സ്വയമാണ് അത് ചെയ്യേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. വചനത്തിൽ പറയുന്നു, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്വയം ചെയ്തെടുക്കണം. അതല്ലാതെ കീഴടങ്ങുവിൻ എന്ന് പറയുമ്പോൾ ഇന്ന് കീഴടങ്ങി നാളെ വേറൊന്ന് പറഞ്ഞു, നാളെ ഒന്ന് പറഞ്ഞു മറ്റന്നാൾ കീഴടങ്ങി. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആരെയും നിർബന്ധത്താലല്ല. ഹല്ലേലൂയ സ്തോത്രം. 1 പത്രോസ് 3:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ എന്താണ് നമ്മൾ കാണുന്നത്? ആരെങ്കിലും വചനമനുസരിക്കാതെ വന്നാൽ ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അവർ തിരിഞ്ഞു വരുമെന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഭവനങ്ങളിലേകയായി വിശ്വാസത്തിൽ വന്നവരുണ്ട്.
അവരുടെ ഭാര്യമാര് വിശ്വാസത്തിൽ വന്നവർ, ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും വരാതെ ഭാരപ്പെടുന്നവർ, ഭർത്താവ് വന്ന് ഭാര്യയും കുഞ്ഞുങ്ങളും വരാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ദൈവമക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണ്? ഹാലേലുയ, സ്തോത്രം. ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട്, ഹാലേലുയ, അത് മുഖാന്തരം നമ്മുടെ കുടുംബത്തിൽ ബാക്കിയുള്ളവരൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ അലങ്കാരം പറയുന്നത് എന്താണെന്നറിയാവോ? പുറമേ കാണുന്നതൊന്നുമായിരിക്കരുത്, മറിച്ച് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഹല്ലേലൂയ. ഒരു ഭാര്യയുടെ കടമ, ഹല്ലേലൂയ, ദൈവം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. സൗമ്യതയും സാവധാനതയുമുള്ള നടപ്പും പ്രവൃത്തിയും നമ്മുടേതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സാറ നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ അവരുടെ ഹാലേലുയ, സ്തോത്രം. നമ്മുടെ മക്കളും ഹാലേലുയ നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും തൻ്റെ മക്കൾക്ക് വരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് സാറയെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലേലുയ, ബഹുമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ കുടുംബത്തെ നയിക്കാം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാം ദൈവസഭയിൽ സ്ത്രീകൾക്കുള്ള പങ്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഭവനത്തിലും ദേശത്തിലും ഹല്ലേലൂയ കുടുംബത്തിലും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എന്നാൽ ദൈവസഭയിൽ സ്ത്രീകൾക്കുള്ള പങ്ക് പഴയ നിയമത്തിൽ നമുക്കെടുക്കാം. മോശയുടെയും അഹരോന്റെയും കൂടെ നടന്ന് ദൈവത്തെ ആരാധിക്കുകയും മറ്റുള്ളവരെ ആരാധനയിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മിരിയ. ഹാലേലുയ. ചെങ്കടൽ കടന്ന് ഇസ്രായേൽ മക്കൾ കരയ്ക്കെത്തിയപ്പോൾ മിരിയ തപ്പെടുത്താർത്ത് പാട്ടുപാടി ഇസ്രായേൽ മക്കളോടുകൂടി നൃത്തം ചെയ്തു പോയി എന്നാണ് പറയുന്നത്. ഹാലേലുയ. പുതിയ നിയമത്തിലാണെങ്കിൽ നമുക്കൊരു ശമരിയ സ്ത്രീയെ കാണാം. ഹാലേലുയ, സ്തോത്രം. യേശുവിനെ കണ്ടപ്പോൾ തനിക്ക് വന്ന മാറ്റത്തെ തൻ്റെ പട്ടണത്തിൽ പോയി പട്ടണത്തിൽ പോയി എല്ലാവരെയും അറിയിച്ച ഒരു ആണ് ശമരിയ സ്ത്രീ. ഹാലേലുയ, സ്തോത്രം. അവൾ ആ ദേശത്തെ കർത്താവിൻ്റെ നാമം അവിടെ വെളിപ്പെടുത്തി. ഹാലേലുയ, സ്തോത്രം. യേശുവിനെ കണ്ട്, ഹാലേലുയ, ഞാൻ യേശുവിനെ കണ്ടു എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാനും യേശു സംസാരിച്ചു എന്ന് പറയുവാനും തക്കവണ്ണം ശമരിയ സ്ത്രീ, ഹാലേലുയ, സ്തോത്രം, അവളെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. അതുപോലെ തന്നെ ലുദിയ എന്ന സ്ത്രീയെ നമുക്കറിയാം. ഹാലേലുയ. തിരിയ പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായിരുന്ന ലുദിയ പൗലോസിന്റെ ദൈവവചനം സംസാരിക്കുന്നത് കേട്ടിട്ട് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. ഹാലേലുയ, സ്തോത്രം. ആ ഹൃദയത്തെ തുറന്ന് അവൾ ദൈവവചനം കേട്ടപ്പോൾ അവൾ അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്. അവളും കുടുംബവും സ്നാനമേറ്റു. അതിനുശേഷം കർത്താവിൻ്റെ ദാസന്മാരെ തൻ്റെ ഭവനത്തിൽ വെച്ച് ശുശ്രൂഷിക്കുവാൻ ലുദിയായെ ദൈവം ഉപയോഗിച്ചു. ഹാലേലുയ, സ്തോത്രം. അങ്ങനെ അനേക സ്ത്രീകൾ നമ്മുടെ ഹാലേലുയ, സ്തോത്രം, നമ്മുടെ വചനത്തിലുണ്ട്. ഹാലേലുയ. എല്ലാവരെയും എടുത്തു പറയുവാൻ ഹാലേലുയ സമയപരിധി കൊണ്ട് ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൈവവചനത്തിൽ നിന്നും വിരമിക്കുന്നു. ഹാലേലുയ. സ്ത്രീകൾക്കുള്ള പങ്ക് എന്താണെന്ന് ഹാലേലുയ അനേക സ്ത്രീകളിലൂടെ നമ്മളെ വെളിപ്പെടുത്തി തന്നു. ഹാലേലുയ, സ്തോത്രം. എൻ്റെ ഈ വചനത്താൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.